സർക്കുലർ ലിങ്കഡ് ലിസ്റ്റിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് ഇന്നും നമുക്കുള്ളത്. സർക്കുലർ ലിങ്കഡ് ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിൽ നിന്നുള്ള ഡിലീഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി എൻഡിൽ നിന്നും എങ്ങനെയാണ് ഒരു ഐറ്റത്തിനെ ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇനിഷ്യലി എൻ്റെ കയ്യിലുള്ള ഒരു ലിങ്കഡ് ലിസ്റ്റാണ്, സർക്കുലർ ലിങ്കഡ് ലിസ്റ്റ്. വെറും ലിങ്കഡ് ലിസ്റ്റ് അല്ല, ഒരു സർക്കുലർ ലിങ്കഡ് ലിസ്റ്റിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. എനിക്കിവിടെ ഡിലീറ്റ് ചെയ്യേണ്ട എലമെൻ്റ് എന്ന് പറയുന്നത് ഡേറ്റാ ഫീൽഡ് ഡി ആയിട്ട് വരുന്ന 1040 മെമ്മറി ലൊക്കേഷനുള്ള ആ നോഡിനെയാണ് എന്ത് ചെയ്യുന്നത്, എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന ഓപ്പറേഷൻ, ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന പോയിൻറ്റേഴ്സ് ഹെഡുണ്ട്, ടെയിലുണ്ട്, കറണ്ടുണ്ട്. അങ്ങനെ 3 പോയിൻറ്റേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഹെഡ് ബിഗിനിങ്ങിനെ പോയിൻ്റ് ചെയ്യാനും, ടെയില് എൻഡിനെ പോയിൻ്റ് ചെയ്യാനും, കറണ്ടിൻ്റെ ലൊക്കേഷൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ കണ്ടീഷനെ ബേസ് ചെയ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യുകയാണ് കറണ്ട് ഈക്വൽ ടു ഹെഡ്. അതായത് കറണ്ട് എന്ന് പറയുന്ന പോയിൻ്ററിനെ ഞാൻ എന്താണ് ഹെഡിലോട്ട് പോയിൻ്റ് ചെയ്യുകയാണ്. അതായത് 1072 ഇപ്പോൾ കറൻ്റ്ലി ഹെഡ് 1072 അഡ്രസ്സുള്ള ഡേറ്റാ ഫീൽഡിൽ എ ഉള്ള ആ നോഡിനെയാണല്ലോ ഇപ്പോൾ കറൻ്റ്ലി ഹെഡ് പോയിൻ്റ് ചെയ്യുന്നത്. ആ ഹെഡിൽ ആ പോയിൻ്റർ ആ നോഡിൽ തന്നെ എന്ത് ചെയ്യും, ഞാൻ കറണ്ട് എന്ന് പറയുന്ന പോയിൻ്ററിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കറണ്ട് എന്ന് പറയുന്ന പോയിൻ്ററിനെ ഞാൻ ഈ ഫസ്റ്റ് ഫീൽഡിൽ തന്നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ഒരു വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ കറണ്ടിൻ്റെ ലൊക്കേഷൻ മാറ്റാൻ പോവുകയാണ്. ഇനിഷ്യലി കറണ്ട് 1072 മെമ്മറി ലൊക്കേഷൻ വരുന്ന ഡേറ്റാ ഫീൽഡിൽ എ വാല്യൂ ആയിട്ട് വരുന്ന ആ നോഡിനെയാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. വൈൽ കറണ്ട് ലിങ്ക് നോട്ട് ഈക്വൽ ടു ടെയിൽ, കറണ്ട് ഈക്വൽ ടു കറണ്ട് ലിങ്ക്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് കറണ്ടിൻ്റെ പൊസിഷൻ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എവിടം വരെ, നമ്മൾ എൻഡിലെത്തുന്നത് വരെ ഞാൻ കറണ്ടിൻ്റെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അത് ഞാൻ ചെക്ക് ചെയ്യാണ്. വൈൽ കറണ്ട് ലിങ്ക് നോട്ട് ഈക്വൽ ടു ടെയിൽ. ഓക്കെ, ഇപ്പോൾ കറണ്ട് ഹെഡിലല്ലേ പോയിൻ്റ് ചെയ്യുന്നത്, അപ്പം കറണ്ട് ചെക്ക് ചെയ്യുകയാണ്. നെക്സ്റ്റിൽ ഈ എക്സിക്യൂഷൻ കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് നോഡിലോട്ടായിരിക്കും കറണ്ട് പോയിൻ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ചെക്ക് ചെയ്യുവാണ്. വൈൽ കറണ്ടിൻ്റെ ലിങ്ക്, അപ്പം കറൻ്റ്ലി 1024 ഡേറ്റാ ഫീൽഡിൽ എ വരുന്ന നോഡിനെയാണല്ലോ കറണ്ട് പോയിൻ്റ് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് ചെക്ക് ചെയ്യുവാണ് കറണ്ടിൻ്റെ ലിങ്കിൽ വരുന്ന അഡ്രസ്സ്, അതായത് 1024 അഡ്രസ്സുള്ള ബി ഡേറ്റാ ഫീൽഡായിട്ട് വരുന്ന ആ നോഡിൻ്റെ ലിങ്ക് നോഡിലാണോ ടെയിലെന്ന് ചെക്ക് ചെയ്യുന്നു. അല്ല, അപ്പം എന്ത് ചെയ്യും, കറണ്ട് എന്താണ്, കറണ്ട് ആ ലിങ്കിലോട്ട് ട്രാൻസ്ഫർ ആവുന്നു. അതിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഹെഡിൽ നിന്നും കറണ്ട് ബി ഡേറ്റാ ഫീൽഡായിട്ട് വരുന്ന നോഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ടെയിലെത്തിയിട്ടില്ല. സോ ഞാൻ പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. വൈൽ കറണ്ട് ലിങ്ക് നോട്ട് ഈക്വൽ ടു ടെയിൽ. അതായത് കറണ്ടിൻ്റെ ലിങ്ക് ഫീൽഡിൽ 1032 അല്ലേ ലിങ്ക് ഫീൽഡിൽ, ഇപ്പം കറൻ്റ്ലി ലിങ്ക് ബി ഡേറ്റാ ഫീൽഡായിട്ട് വരുന്നതിലല്ലേ കറണ്ട് പോയിൻ്റ് നോഡിലാണ് കറണ്ട് പോയിൻ്റ് ചെയ്യുന്നത്. സോ 1032 അഡ്രസ്സായിട്ട് വരുന്ന ആ നോഡ് ഏതാണെന്ന് നോക്കും. 1032 അഡ്രസ്സായിട്ട് വരുന്ന സി ഡേറ്റാ ഫീൽഡുള്ള ആ നോഡിലെ 1032 മെമ്മറി ലൊക്കേഷനായിട്ട് വരുന്ന ഡേറ്റാ ഫീൽഡിൽ സി എലമെൻറ്റ് വരുന്ന ആ നോഡിൻ്റെ നോഡിലാണോ ടെയിൽ പോയിൻ്റ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുന്നു. ആണോ ടെയിൽ പോയിൻ്റ് ചെയ്യുന്നത് ആ നോഡിലാണോ? അല്ലല്ലോ. സോ കറണ്ടിൻ്റെ ലൊക്കേഷൻ പിന്നെയും എന്ത് ചെയ്യും, അതിൻ്റെ ലിങ്ക് ഫീൽഡിലേക്ക് ചേഞ്ച് ആവുന്ന ഫിഗറാണ് ഈ കാണിച്ചേക്കുന്നത്. ഞാൻ പിന്നെയും എൻ്റെ വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും. വൈൽ അതിൻ്റെ ലിങ്കിൽ കൊടുത്തേക്കുന്ന അഡ്രസ്സിലുള്ള നോഡ് ടെയിലിനെ പോയിൻ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഇനിയും ഞാൻ ചെക്ക് ചെയ്യുക. സോ 1040 ആണല്ലോ, 1040 അല്ലേ ഇപ്പോൾ കറണ്ട് പോയിൻ്റ് ചെയ്യുന്ന നോഡിൻ്റെ ലിങ്ക് പാർട്ടിലുള്ളത്. സോ അത് ഞാൻ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ആ ലിങ്ക് പാർട്ടിലുള്ള ആ അഡ്രസ്സിൻ്റെ നോഡിലാണ് ടെയിൽ പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇനി എന്താണ്, അതിലാണ് ഞാൻ പോയിൻ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ കണ്ടുപിടിച്ചു. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഈ പർട്ടിക്കുലർ ലൊക്കേഷനിൽ വെച്ച് കറണ്ട് എന്താണ്, ടെയിലിനെ കണ്ടുപിടിച്ചു. ഇപ്പോൾ കറണ്ട് പോയിൻ്റ് ചെയ്യുന്ന നോഡിൻ്റെ തൊട്ടടുത്ത നോഡാണ് എന്തെന്ന് പറയുന്നത്, ടെയിലുള്ള നോഡെന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1040 മെമ്മറി ലൊക്കേഷനായിട്ട് വരുന്ന ആ നോഡിലാണ് ഇപ്പോൾ കറൻ്റ്ലി ടെയിലുള്ളത്. സോ എനിക്ക് ഇനിയൊരു കണ്ടീഷൻ ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ലിങ്ക് ഈക്വൽ ടു ഹെഡ്. അതായത് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്,
കറണ്ട് ഇപ്പം പോയിൻ്റ് ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിൻ്റെ തൊട്ട് അടുത്തുള്ള കറണ്ട് പോയിൻ്റ് ചെയ്യുന്ന നോഡിൻ്റെ തൊട്ട് അടുത്തുള്ള നോഡിൽ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ടെയിലുള്ളത്. സോ എനിക്കിപ്പം കറണ്ട് പോയിൻ്റ് ചെയ്യുന്ന ആ നോഡിൽ നിന്നും ഹെഡിലോട്ട് കണക്ഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കറണ്ടിൻ്റെ ലിങ്ക് ഫീൽഡിൽ നിന്നും, കറണ്ട് ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്ന നോഡിൻ്റെ ലിങ്ക് ഫീൽഡിൽ നിന്നും ഞാൻ ഹെഡിലോട്ട് ലിങ്ക് കൊടുത്തു. അതായത് ഹെഡ് പോയിൻ്ററുള്ള ആ നോഡിൻ്റെ അഡ്രസ്സ് 1072 ഞാൻ കോപ്പി ചെയ്ത് കൊടുത്തു. 1072 ഞാൻ കോപ്പി ചെയ്ത് കൊടുത്തു. അപ്പം എന്ത് ചെയ്തു, എനിക്കൊരു സർക്കുലർ ലിങ്കഡ് ലിസ്റ്റ് അവിടെ ഫോമായി. ടെയിൽ എന്ന് പറയുന്നതിൽ നിന്നും ഇപ്പം ടെയിൽ പോയിൻ്റ് ചെയ്യുന്ന ആ നോഡ്, അതായത് ഡാറ്റ ഫീൽഡ് ഡി ആയിട്ടുള്ള ആ നോഡും ഡാറ്റ ഫീൽഡ് സി ആയിട്ടുള്ള നോഡും തമ്മിലുള്ള ലിങ്ക് ഇല്ല. സോ ഡി ഡാറ്റ ഫീൽഡായിട്ട് വരുന്ന ആ നോഡ് ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ഇനി എനിക്കതിനെ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ടെയിൽ ഓപ്ഷൻ ഞാൻ യൂസ് ചെയ്ത് അതിനെ ഞാൻ ഡിലീറ്റ് ചെയ്തു. നെക്സ്റ്റ് എൻ്റെ ടെയിലിനെ ഞാൻ എന്ത് ചെയ്തു, ടെയിലിനെ ഞാൻ ഇപ്പോൾ കറണ്ട് പോയിൻ്റ് ചെയ്യുന്ന ആ നോഡിലേക്ക് തന്നെ ഞാൻ എൻ്റെ ടെയിലിനെ പോയിൻ്റ് ചെയ്യിപ്പിക്കുകയാണ്. സോ അങ്ങനെ പോയിൻ്റ് ചെയ്യിപ്പം ഇപ്പോൾ കറണ്ടും ടെയിലും പോയിൻ്റ് ചെയ്യുന്നത് സെയിം നോഡിനെയാണ്. സോ എൻ്റെ ഡിലീഷൻ ഞാൻ പെർഫോം ചെയ്തു. ദെൻ എന്താണ്, ബിഗിനിങ്ങിൽ ഹെഡ് പോയിൻ്റ് ചെയ്യുന്നുണ്ട്, എൻഡിൽ എന്ത് പോയിൻ്റ് ചെയ്യുന്നുണ്ട്, എൻഡ് നോഡിൽ ടെയിലും പോയിൻ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഡിലീഷൻ ഓപ്പറേഷൻ നമ്മൾ ഒരു സർക്കുലർ ലിങ്കഡ് ലിസ്റ്റിൽ പെർഫോം ചെയ്യുന്നത്. ടെയിൽ ഞാൻ ലാസ്റ്റ് നോഡിൽ എന്തിനാണ് വെച്ചത്, അതാണ് ടെയിൽ ഞാൻ വെക്കുന്ന നോഡായിരിക്കും എൻ്റെ ലിങ്കഡ് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡ്. അതുകൊണ്ട് എനിക്ക് ടെയിൽ എന്ന് പറയുന്ന പോയിൻ്ററിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. സോ ഞാനതിനെ എന്ത് ചെയ്തു, പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. ഓക്കെ, ഡിലീഷൻ എല്ലാവർക്കും ക്ലിയർ ആയോ?